എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ നന്ദ്യാർ വട്ടമാണ്. ഇപ്പോൾ ഇവിടെ നന്ദ്യാർ വട്ടം ഡബിൾ പെറ്റലും സിംഗിൾ പെറ്റലും പിന്നെ മിനിയേച്ചർ ടൈപ്പും ഉണ്ട്. സാധാരണ നന്ദ്യാർ വട്ടം ശിവപാല, ക്രീപ്പ് ജാസ്മിൻ അല്ലെങ്കിൽ പിൻവീൽ ഫ്ലവർ എന്നിങ്ങനെയൊക്കെ ഇതിനെ അറിയപ്പെടുന്നുണ്ട്. കൂടുതലായിട്ട് നന്ദ്യാർ വട്ടമൊന്നും ശിവപാല എന്നാണ് പല സ്ഥലങ്ങളിലായിട്ട് നാട്ടുമ്പുറത്തൊക്കെ അറിയപ്പെടുന്നത്. ഇപ്പോൾ അത്യാവശ്യം ഒരു 365 ദിവസവും പൂക്കൾ തരുന്ന ഒരു കുറ്റി മരമാണെന്ന് പറയുന്നത് കുറ്റിച്ചെടിയാണ്. നല്ലൊരു മരത്തിൻ്റെ അത്രയും ഇത് വളരാറുണ്ട്. പിന്നെ ഒരു കൊലയിൽ നല്ല രീതിയിൽ പൂക്കളുണ്ടാവും. ഇപ്പം ഈ ഒരു നന്ദ്യാർ വട്ടമാണ് എൻ്റെ ഫേവറേറ്റ്. ഉള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നന്ദ്യാർ വട്ടം ഇതാണ്. ഇതിനൊരു പ്രത്യേക ഒരു മണമുണ്ട്, നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ കണ്ണിനൊക്കെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ പൂക്കൾ നമ്മൾ തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് വെക്കും. പിറ്റേ ദിവസം നല്ല മണമായിരിക്കും കേട്ടോ. ഒരു ഇടത്തരം ഒരു പ്രത്യേക ഒരു സ്മെല്ലായിരിക്കും. അതല്ലാതെ തന്നെ അത് കണ്ണ് കഴുകി കഴിഞ്ഞാൽ നമുക്ക് കണ്ണിനൊരു കുളിർമയൊക്കെ കിട്ടും, ഒരു ആശ്വാസം കിട്ടും. സാധാരണ രീതിയിൽ ഇവിടെ ഇതിനാണ് ഉപയോഗിക്കുന്നത്. വേറെ കാര്യങ്ങൾക്കൊന്നും ഞങ്ങളിത് ഉപയോഗിക്കാറില്ല. പിന്നെ ഇതാണ് അതിൻ്റെ സിംഗിൾ പെറ്റൽ. നല്ല രീതിയിൽ പൂക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഒരു ചെടി പെട്ടെന്ന് കിളിപ്പിക്കാൻ പറ്റും. ഒരു കമ്പെടുത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് നമുക്ക് കിളിപ്പിച്ചെടുക്കാൻ പറ്റും. കിളിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ, ഇപ്പോൾ പൂത്ത ഒരു ചെടിയാണ് വെക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പൂവുണ്ടാവും. പൂത്ത് നിന്ന ഒരു ചെടിയുടെ കമ്പാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പൂക്കളുണ്ടായി കിട്ടും. അപ്പം ഇത് ഇപ്പോൾ അത്യാവശ്യം കണ്ടോ, അത്യാവശ്യം ഇതിൽ കുറ്റി മരം പോലെ ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഇതിൻ്റെ അടിഭാഗത്ത് നല്ല തണലൊക്കെ കിട്ടും. നല്ലൊരു ചെറിയൊരു തണൽ വൃക്ഷമെന്ന് പറയാനായിട്ട് പറ്റത്തില്ല കേട്ടോ. ഇതൊരു കുറ്റിച്ചെടിയാണ്. പിന്നെ മുന്നേ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം, ഇവിടെയാണ് ഞാൻ ചെടികളൊക്കെ കിളിപ്പിക്കാൻ വെക്കുന്നത്. അപ്പോൾ റോസിൻ്റെ കമ്പൊക്കെ വെച്ചിട്ടുണ്ട്. ചില വിത്തുകളൊക്കെ ഇട്ടിട്ട് ഞാൻ ഇതിൻ്റെ അടിയിലോട്ട് വെക്കും. കാരണം ഇതിൻ്റെ ഒരു തണുപ്പും കിട്ടി അവിടെ നിൽക്കുകയും ചെയ്യും. ചെറിയൊരു ഇളം വെയിലും അതിനകത്ത് കിട്ടും. അപ്പോൾ നല്ല രീതിയിൽ അത് വളരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അടിയിലോട്ട് വെക്കാറുണ്ട്. അപ്പോൾ എൻ്റെ മുന്നേ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. പിന്നെ ഇത് കണ്ടോ, നല്ല രീതിയിൽ പൂക്കും. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇതിൻ്റെ മിനിയേച്ചർ ടൈപ്പാണ്. മിനിയേച്ചർ ടൈപ്പാണ്. ഇത് ഹൈബ്രിഡ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതിൽ മിനിയേച്ചർ ടൈപ്പാണ്. ഇതിലും വളരെ ചെറിയൊരു മനോഹരമായ പൂക്കൾ ഇതിലുണ്ട്. നമുക്ക് ചെടിച്ചട്ടിയിൽ ഈ നന്ദ്യാർ വട്ടം നിർത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് കട്ട് ചെയ്ത് കുറ്റിച്ചെടികൾ പോലെ നിർത്താൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമുക്ക് ബോർഡറിൽ കുറ്റിച്ചെടികൾ അടുക്കി നിർത്തണമെന്നുണ്ടെങ്കിൽ ഇതൊരു ഓപ്ഷനാണ്. ഇതിനെ എന്ന് വെച്ചാൽ നമുക്കൊരു ചെടി ഉണ്ടെങ്കിൽ പിന്നെ ചെടി പേടിക്കണ്ട. ഇതിൻ്റെ ഒരു കമ്പെടുക്കുക, കട്ട് ചെയ്യുക, അടുത്തടുത്തായിട്ട് വെക്കുക. ഒരുപാട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. നല്ല ബുഷിയായിട്ട് വളരുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ എല്ലായിടും കോമൺ ആയിട്ട് നമ്മുടെ കേരളത്തിൽ കോമൺ ആയിട്ട് കാണുന്നതാണ്. മിക്ക അമ്പലങ്ങളിലും ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.